കാര്യം തപ്പി ഇറങ്ങിയതാണ്. അത് എന്താണെന്നല്ലേ, അതൊക്കെ വഴിയേ പറഞ്ഞു തരാം. അതെന്തായാലും ഉറപ്പായിട്ടും ഈ തോട്ടത്തിലുണ്ടാവും. ഈ തോട്ടത്തിൽ മാത്രമല്ല, എല്ലാ തോട്ടങ്ങളിലും കാണുന്നൊരു സാധനമാണ്. എൻ്റെ തലയെ തേക്കാനായിട്ട് ഒരു താളി ഉണ്ടാക്കാൻ ഒരു ഇല പറിക്കാൻ ഇറങ്ങിയതാണ്. ഇലയുടെ പേര് മാത്രം എന്നോട് ചോദിക്കരുത്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചിയും മമ്മിയൊക്കെ ഒരുപാട് ഇത് അരച്ച് തലയെ തേക്കുമായിരുന്നു. അന്ന് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, മുടിക്ക് നല്ല കറുപ്പും ഉണ്ടായിരുന്നു. ഒമാനിൽ പോയതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. അവിടുത്തെ ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചാണ് എൻ്റെ മുടി ഒരുപാട് കൊഴിയാൻ തുടങ്ങിയത്. കൊഴിഞ്ഞു ദേ ഇത് കണ്ടോ, ഇപ്പോൾ ചൂല് പോലെയായി. ഇനി എന്ത് ചെയ്യാനാ? വീണ്ടും ഈ പഴയ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കാനാ എൻ്റെ പരിപാടി. ഇതാണ് നമ്മുടെ ഇല കേട്ടോ. ഈ ഇല പറിച്ചെടുത്ത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കല്ലിൽ വെച്ച് ഉരച്ച് വീണ്ടും നല്ലപോലെ ഒരു കപ്പിലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ആ വെള്ളം എടുത്ത് തലയിൽ തേച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തലയ്ക്ക് തണുപ്പ് തോന്നും. അതിനുശേഷം ഒരു 10-20 മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയണം. അങ്ങനെ കുറച്ച് നാളൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് ശ്രമിക്കാൻ പോവുകയാണ്. പഴയ പോലെ എൻ്റെ മുടി വളരാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. അത്രയ്ക്ക് വിഷമമുണ്ട് എൻ്റെ മുടി കൊഴിഞ്ഞതിൽ. ഇല്ല, ഞാൻ കുറച്ചേ പറിച്ചെടുത്തിട്ടുള്ളൂ. നാളെയും പറിക്കണമല്ലോ. എന്തായാലും നോക്കാം. ഇതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ ഇതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ തപ്പി പിടിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും ഇലയും പറിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നടന്ന് താഴോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ വീട്. റബ്ബറും തോട്ടത്തിൽ കയറി ആകെ തളർന്നു.